Hi friends, Pinnacle Academy-ലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന പാഠമാണ്. ഫിസിക്സിലെ മെക്കാനിക്സ് എന്ന ഗ്രൂപ്പിലെ കൈനമാറ്റിക്സ് എന്ന സബ് ഗ്രൂപ്പിലാണ് ഈ പാഠം ഉൾക്കൊണ്ടിട്ടുള്ളത്. എന്താണ് കൈനമാറ്റിക്സ്? കൈൻ എന്ന് പറഞ്ഞാൽ മോഷൻ, മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സ്. അപ്പോൾ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാത്തമാറ്റിക്സ് ഓഫ് മോഷൻ. അപ്പോൾ ഇതിനകത്ത് ഈ കൈനമാറ്റിക്സ് എന്താണ് കൈനമാറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു മൂവിംഗ് ബോഡി, ഒരു വസ്തു ചലിക്കണമെങ്കിൽ ഒരു അപ്ലൈഡ് ഫോഴ്സ് വേണം അല്ലെ, അതിനൊരു ബലം കൊടുക്കണം. ആ ബലത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. ആ ബോഡി മൂവ് ചെയ്യുന്ന ട്രജക്ടറി, അതിന്റെ പാത്ത് എന്താണ്, അതിന്റെ സ്പീഡ് എന്താണ്, വെലോസിറ്റി എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൈനമാറ്റിക്സിനകത്ത് പഠിക്കുന്നത്. അത് വിശദമായിട്ട് നമുക്ക് ഈ പാഠം തുടങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് പഠിക്കാം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ നമുക്ക് ആദ്യം മോഷൻ എന്നുള്ള വാക്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. അതൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യം ഇതൊരു ടേബിൾ ആണെന്ന് സങ്കല്പിക്കുക. ഇതിന് നടുക്കായിട്ടൊരു വസ്തു ഇരിക്കുന്നു, ഒരു ഒബ്ജക്റ്റ് ഈ പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. നമുക്കൊരു ഉറുമ്പാണെന്ന് സങ്കല്പിക്കാം. ഓക്കെ, ആദ്യം ഈ ഉറുമ്പിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എ എന്ന് നമുക്ക് അടയാളപ്പെടുത്താം. എ ആണ് അതിന്റെ പൊസിഷൻ. കുറച്ച് സമയങ്ങൾക്ക് ശേഷവും, ഒരു 10 സെക്കൻഡിന് ശേഷവും ഈ ഉറുമ്പിന്റെ പൊസിഷൻ ഈ എയിൽ തന്നെ ആണെങ്കിൽ അത് റെസ്റ്റ് എടുക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. അത് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിന്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് മാറുന്നില്ല. അങ്ങനെയുള്ള ഇതിനെയാണ് പറയുന്നത് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇഫ് എ ബോഡി ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇറ്റ്സ് സെഡ് ടു മീൻ റെസ്റ്റ്. അപ്പോൾ എന്താണ് ഈ മോഷൻ എന്ന് പറയുന്നത്? ഈ ഉറുമ്പ് തന്നെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ബി എന്നൊരു പോയിന്റിലേക്ക് മാറി എന്ന് വിചാരിക്കുക. എ എന്നൊരു പോയിന്റിൽ നിന്നും ബി എന്നൊരു പോയിന്റിലേക്ക് കുറച്ച് സമയത്തിന് ശേഷം അതിന് മാറ്റം ഉണ്ടായി. അതായത് കുറച്ച് ഡിസ്റ്റൻസ് അത് പിന്നിട്ടു. അപ്പൊ അതിനെയാണ് പറയുന്നത് മോഷൻ എന്ന്. അതായത് ഇഫ് എ ബോഡി ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ. ഒരു വസ്തു സമയത്തിനനുസരിച്ച് അതിന്റെ സ്ഥാനത്തിന് വ്യത്യാസം ഉണ്ടാക്കുന്നുവെങ്കിൽ അതിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് റെസ്റ്റ്, എന്താണ് മോഷൻ എന്നും പറഞ്ഞു. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതിനെ നേരിട്ട് കണ്ടുകൊണ്ട്, അതായത് ഒരു റൂമിനുള്ളിൽ നിന്നുകൊണ്ട്, ഒരു റെഫറൻസിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഇതിന്റെ മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പറഞ്ഞത് അല്ലെ. ഇതേ സംഭവം തന്നെ ഈ ഉറുമ്പ് ഈ ടേബിളിൽ നിൽക്കുന്നു. നിങ്ങൾ ഒരു വെളിയിൽ, അതായത് സ്പേസിലാണ് പോയി നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അവിടെ നിന്നിട്ട് ഒരു ടെലസ്കോപ്പ് കൊണ്ട് ഈ ഉറുമ്പിനെ നോക്കാന്ന് സങ്കല്പിക്കുക. അങ്ങനെ പറ്റില്ല എങ്കിൽ പോലും സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഉറുമ്പ് റെസ്റ്റിലാണെന്ന് ഇപ്പോഴും പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ ഉറുമ്പ് നിൽക്കുന്നത് ഈ ടേബിളിലാണ്, ടേബിൾ നിൽക്കുന്നത് ഭൂമിയിലാണ്. വെളിയിൽ നിന്ന് നോക്കാൻ നേരത്ത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് ഈ ഉറുമ്പും അതേ മോഷനിൽ തന്നെ ആയിരിക്കും, കറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഉറുമ്പ് റെസ്റ്റിലാണ്, അതായത് ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. അവിടെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നുള്ളൊരു ടേം വരുന്നത്. കാരണം ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ സറൗണ്ടിങ്സ് ആണ്. സിംപ്ലി സറൗണ്ടിങ്സ് ആണ് ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഏത് ആംഗിളാണ്, അതല്ല ഏത് ഫ്രെയിമിലാണ് നമ്മളൊരു മോഷൻ അല്ലെങ്കിൽ റെസ്റ്റ് ആണോ എന്ന് നോക്കുന്നത്, അതിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ റൂമിൽ നിന്ന് ഇതിനെ നോക്കുമ്പോൾ ഇതിന് റെസ്റ്റിലാണെന്ന് പറയും. അതേസമയം വെളിയിൽ നിന്ന്, അതായത് ബഹിരാകാശത്തിൽ നിന്ന് നോക്കുന്നിടത്ത് ഇത് മോഷനിലാണെന്നും പറയും. അപ്പൊ അതിനെയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഫിസിക്സിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് കാണിക്കാൻ വേണ്ടി 3 ആക്സിസ്, കോർഡിനേറ്റ്സ് ആക്സിസ് ആണ് ഉപയോഗിക്കുന്നത്. എക്സ്, വൈ ആൻഡ് ഇസഡ്. ഇസഡ് എന്ന് പറയുന്ന ആക്സിസ് നമ്മൾക്കറിയാം, ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ 3 ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് റെസ്റ്റ് എന്ന് പഠിച്ചു, എന്താണ് മോഷൻ എന്നും പഠിച്ചു. ഇനി നമുക്ക് എന്താണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പഠിക്കാം. അടുത്തത് നമുക്ക് ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പഠിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ ആ എ എന്ന പൊസിഷനിൽ ഇരിക്കുകയാണ് ഉറുമ്പ്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം അത് ഡി എന്നൊരു പോയിന്റിലേക്ക് എത്തണം. അതിന് ഓക്കെ, ഡി എന്ന പോയിന്റിലേക്ക് എത്തണം. പക്ഷെ അതിന് നേരെ ഒരു പാത്ത് അത് തിരഞ്ഞെടുക്കാതെ വേറൊരു പാത്തിൽ കൂടാണ് സഞ്ചരിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, എയിൽ നിന്നും ബിയിലെത്തി, അത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് സിയിലേക്ക് എത്തി 2 മീറ്റർ. അവിടെ നിന്ന് തിരിച്ച് ഡിയിലേക്ക് എത്തി, എത്ര, പിന്നെയും 1 മീറ്റർ സഞ്ചരിച്ചു. ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഇതാകെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? എയിൽ നിന്നും ബിയിലേക്ക് 1 മീറ്റർ ഉണ്ട്, ബിയിൽ നിന്നും സിയിലേക്ക് 2 മീറ്റർ ഉണ്ട്, സിയിൽ നിന്നും ഡിയിലേക്ക് 1 മീറ്റർ. അങ്ങനെ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 4 മീറ്റർ ആണ് അല്ലെ. 4 മീറ്റർ ആണ് സഞ്ചരിച്ചതെന്ന് വിചാരിക്കുക.
അപ്പോൾ ഇതിന്റെ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദിസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 മീറ്റർ ആണ്. ആകെ ഇത് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ്? ദ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്ട് ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ. ഒരു സഞ്ചരിക്കുന്ന ഒരു വസ്തു ആകെ സഞ്ചരിച്ച ദൂരമാണ് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 മീറ്റർ ആണ്. പക്ഷെ ശ്രദ്ധിക്കുക, എയിൽ നിന്നും ഡിയിലേക്കായിരുന്നു അതിന് പോകേണ്ടത് അല്ലെ? ഇപ്പോൾ ആദ്യം എയിലായിരുന്നു, അതായത് ഇനിഷ്യൽ പൊസിഷൻ എയിലായിരുന്നു, ഫൈനൽ പൊസിഷൻ ഡിയിലാണ്, അതല്ലേ? അപ്പോൾ എയിൽ നിന്നും ഡിയിലേക്ക് പോകണം, അത് എയിൽ നിന്ന് ഡിയിലേക്ക് എത്തി. പക്ഷെ ഇപ്പം ഇതാ എത്ര ദൂരെയാണ് എന്ന് പറയുന്നത് എങ്ങനെയാ? ഈ 4 മീറ്റർ ദൂരെയാണോ? അല്ല. അതിന് കാരണം എയിൽ നിന്നും ഡിയിലേക്കുള്ള ഏറ്റവും ചെറിയ ദൂരമാണ്. അത് എത്ര ദൂരെയാണ് എന്ന് പറയുന്നത്, അതായത് എ എന്ന പൊസിഷനിൽ നിന്നും ഡി എന്ന പൊസിഷനിലേക്ക് എത്ര ദൂരെയാണെന്ന് പറയുന്നതിന് അത് ഏറ്റവും ചെറിയ ദൂരമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്രം ഇനിഷ്യൽ പോയിന്റ് ടു ഫൈനൽ പോയിന്റ്. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ പോയിന്റ് ടു ഫൈനൽ പോയിന്റ്, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് നോക്കാം. ഇതൊരു റെക്ടാംഗിൾ ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന 2 മീറ്റർ അല്ലേ? അപ്പൊ ഇത് തന്നെ ആയിരിക്കും ഇവിടത്തെയും ലെങ്ത് എന്ന് പറയുന്നത്. എ ടു ഡി 2 മീറ്റർ ആയിരിക്കും. പക്ഷേ അത് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്ഷനെ ബാധിക്കുന്ന, ഡയറക്ഷന് കൂടെ ഉൾപ്പെട്ടതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. എ ടു ഡി, അതായത് റൈറ്റിലേക്ക് എന്ന് പറയാം അല്ലെ? റൈറ്റ് ഡയറക്ഷനിലേക്കാണ് 2 മീറ്റർ സഞ്ചരിച്ചത്, അല്ലെങ്കിൽ ഈസ്റ്റിലേക്ക് എന്ന് പറയാം, ഈസ്റ്റിലേക്കാണ് എന്ന് പറയാം. അങ്ങനെ ഡയറക്ഷനൂടെ ബാധകമായിട്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത്. എ ടു ഡി 2 മീറ്റർ ടുവേർഡ്സ് റൈറ്റ് എന്നാണ്. അപ്പൊ ഇവിടെ 2 മീറ്റർ റൈറ്റ് വേർഡ്സ്, അതാണ് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി. ഇനി ഇതിന്റെ യൂണിറ്റുകൾ എന്തൊക്കെയാന്ന് നോക്കാം. രണ്ടിന്റെ യൂണിറ്റ് ഒന്ന് തന്നെയാണ്. മീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത്. കിലോമീറ്റർ എടുക്കാം, മൈൽസ് എടുക്കാം, അങ്ങനെ പല യൂണിറ്റ്സ് ഉണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്നത് മീറ്റർ ആണ്. ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പഠിച്ചു. ഇനി അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എപ്പോഴൊക്കെയാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും മാറുന്നത്, എപ്പോഴാണ് അതിന് മാറ്റം ഉണ്ടാകുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു കുട്ടിയുടെ കാര്യം പറയാം. ഒരു കുട്ടി വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോവുകയാണേ. ബി എന്ന സ്ഥലത്താണ് സ്കൂള്. അത് സഞ്ചരിച്ചു. എത്ര ദൂരം സഞ്ചരിച്ചു? ഒരു 2 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു എന്ന് വിചാരിക്കുക. 1 മണിക്കൂർ എടുത്തു സങ്കല്പിക്കുക. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് അത് സഞ്ചരിച്ചത്, അതായത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. നമ്മളിപ്പോ പഠിക്കുന്നത് മോഷനിന്റെ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലെ? അതായത് നേരേഖയിൽ മാത്രമുള്ള ചലനത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് ആ കുട്ടി സഞ്ചരിച്ചതെന്ന് വിചാരിക്കുക. അപ്പൊ എയിൽ നിന്നും ബിയിലേക്ക് അത് ഡിസ്പ്ലേസ്ഡ് ആയിട്ട് 2 കിലോമീറ്റർ ആണ് ടുവേർഡ്സ് ഈസ്റ്റിലേക്കാണ് പോയെന്ന് വിചാരിക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? എ ടു ബി 2 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്കറിയാം പോസിറ്റീവ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ പോസിറ്റീവ് ആയിട്ട് കിട്ടി അല്ലെ? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആണ്. ഇനി അതേ കുട്ടി തന്നെ എയിൽ നിന്നും ബിയിലേക്ക്, അത് സ്കൂളിലേക്ക് പോയി, വൈകിട്ട് തിരിച്ച് വീട്ടിൽ തന്നെ വന്നു. അതായത് എയിൽ നിന്നും ബിയിലേക്ക് പോയി തിരിച്ച് വീട്ടിൽ തന്നെ വന്നു. അപ്പൊ ഡിസ്റ്റൻസ് എത്രയാണ്? 2 കിലോമീറ്റർ പ്ലസ് 2 കിലോമീറ്റർ. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആയിരുന്നു. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ പ്ലസ് 2 കിലോമീറ്റർ. എത്രയാണ്? 4 കിലോമീറ്റർ ആണ്. ഇവിടെ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 4 കിലോമീറ്റർ ആണ്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ എന്താണ്? ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലും തമ്മിലുള്ള വ്യത്യാസമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എയിൽ തന്നെയാണ്. ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നതും എയിൽ തന്നെയാണ്. അതായത് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 0 ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. പക്ഷെ ഡിസ്റ്റൻസ് 4 കിലോമീറ്റർ തന്നെയാണ്. ഇനി നോക്കുക, ഇത് രാവിലെ സ്കൂളിൽ പോയി, വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്നു, പിന്നീട് കളിക്കാൻ പോയി. അത് വെസ്റ്റിലേക്കാണ് സഞ്ചരിച്ചെന്നിരിക്കുക. കളിക്കാൻ പോയി, സി എന്ന പോയിന്റിലേക്ക് പോയി. ഇവിടെ ഒരു 1 കിലോമീറ്റർ ദൂരമുണ്ട്, ഇവിടെ 2 കിലോമീറ്റർ ദൂരമുണ്ട്, 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പൊ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2 കിലോമീറ്റർ
പ്ലസ് 2 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്റർ, അങ്ങനെ 5 കിലോമീറ്റേഴ്സ് ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് അത്രയാണോ? കാരണം നമ്മൾ ആദ്യത്തെ പോയിന്റ്, അതായത് ഇനിഷ്യൽ പോയിന്റ് എടുത്തത് എയിലാണ്. ഓക്കെ, അത് ഈസ്റ്റിലേക്കാണ് ആദ്യത്തെ സഞ്ചരിച്ചത്. ഇപ്പോൾ സഞ്ചരിക്കുന്നത് വെസ്റ്റിലേക്കാണ്, അതായത് ഓപ്പോസിറ്റ് ആണ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് കാണുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും നെഗറ്റീവ് ആകും. അതായത് A to C, അതായത് A to B 2 കിലോമീറ്റർ ആയിരുന്നു, തിരിച്ചു വന്നപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആയി. ഇവിടുന്ന് -1 കിലോമീറ്റർ, അതായത് -1 ആണ് ഇവിടത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. വെസ്റ്റിലേക്കാണ് അത്. -1 എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആദ്യം സഞ്ചരിച്ച ആ ദിശയ്ക്ക് എതിരെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതായത് -1 കിലോമീറ്റർ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ആദ്യം വെസ്റ്റിലേക്കായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു, അപ്പം ഈസ്റ്റിലേക്കായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഇപ്പൊ അറിയാം വെസ്റ്റിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കേസ് പഠിച്ചു, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റും വ്യത്യാസപ്പെടാം. ഇവിടെ നോക്കുക, ഡിസ്റ്റൻസ് ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റിനേക്കാളും വലുതായിട്ടില്ല. കാരണം ഇവിടെ 2 കിലോമീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ്, അല്ലെ? 2 കിലോമീറ്റർ ആണ്. ഇവിടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും 2 കിലോമീറ്റർ ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയപ്പോൾ ഡിസ്റ്റൻസ് 4 കിലോമീറ്റർ ആയി. ഇവിടെ -1 ആയപ്പോൾ 5 കിലോമീറ്റർ ആയി. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഡിസ്റ്റൻസ് എപ്പോഴും വലുതായിരിക്കും. വലുതാണല്ലേ? അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും എന്തിനോട്? ഡിസ്പ്ലേസ്മെന്റിനോട്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. നമുക്കൊരു കണ്ടീഷൻ മനസ്സിലായി. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ഇനി അതിനൊന്ന് ടാബുലേറ്റ് ചെയ്ത് എഴുതാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ എ മൂവിംഗ് ഒബ്ജക്ട്. സഞ്ചരിക്കുന്ന ഒരു വസ്തു ആകെ സഞ്ചരിക്കുന്ന ദൂരമാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ബട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഇനിഷ്യൽ ടു ഫൈനൽ പൊസിഷൻ. ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഏറ്റവും ചെറിയ ദൂരമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ബാധകമല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ ഡിസ്റ്റൻസിന്. അഥവാ പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡിസ്പ്ലേസ്മെന്റിന്. നമ്മൾ കുറച്ചു മുമ്പേ നോക്കിയതാണ് കനോട്ട് ബി 0 ഓർ നെഗറ്റീവ്. ഡിസ്റ്റൻസ് കനോട്ട് ബി 0 ഓർ നെഗറ്റീവ്. സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ദൂരം എന്ന് പറയുന്നത് 0 ആകില്ല, നെഗറ്റീവ് ആകില്ല. പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആകാം, നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. യൂണിറ്റ് എന്ന് പറയുന്നത് രണ്ടിനും SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഡയമെൻഷൻ എന്ന് പറയുന്നത് L ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. എന്തൊക്കെയാണ്? പൊസിഷൻ, റെസ്റ്റ്, മോഷൻ, ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ ഇടുന്ന അതേ സമയം നിങ്ങൾ ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് ബൈ.